We are all following the ways of the world, നമ്മൾ എല്ലാവരും ലോകത്തിന്റെ വഴികളെ following അനുഗമിക്കുന്നവരാണ്, a wicked life. ദുഷ്ടജീവിതം നയിക്കുന്നവരാണ്. All unwanted nature we have. നമ്മിൽ സകല വിധത്തിലുള്ള അനാവശ്യ സ്വഭാവങ്ങളുമുണ്ട്. But God wants to transform us just like Him. എന്നാൽ ദൈവത്തെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Ask for it. അതിനുവേണ്ടി യാചിക്കുവിൻ. The Lord gives us the fruit of the Holy Spirit, long suffering. ദൈവം പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദീർഘക്ഷമ നിങ്ങൾക്ക് നൽകുന്നു. My precious brothers and sisters, I greet each one of you in the name of our Lord and Savior Jesus Christ. എന്റെ വിലയേറിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹാശംസകൾ. Luke 21 verse 19 says, ലൂക്കോസ് 21:19 വാക്യം പറയുന്നു, by your patience possess your souls. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. This patience was seen in the Lord Jesus Christ in all his life, especially when he went through the sufferings on the cross. യേശുവിന്റെ ജീവിതത്തിലുടനീളം ഈ ക്ഷമ പ്രതിഫലിച്ചിരുന്നു, പ്രത്യേകിച്ച് ക്രൂശിലെ കഷ്ടപ്പാടുകളിലൂടെ യേശു കടന്നു പോകുമ്പോൾ. Just for us to receive the salvation, to receive blessings from the wretched life of sinful life, to come out of that and to have spiritual life. Salvation, with salvation, he gave his life on the cross and suffered so much. നമുക്ക് പാപ ജീവിതത്തിൽ നിന്ന് വിടുതൽ നേടി രക്ഷയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സാധിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. In this world we also go through terrible tribulations and problems. ഈ ലോകത്തിലും നമ്മൾ നിരവധി കഷ്ടങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. John 16:33, the Lord said, you have to go through tribulation, but be of good cheer, I have overcome all the tribulation. യോഹന്നാൻ 16:33 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Now we are going to see how we can possess this precious gift, long suffering, in our lives, and how we can be blessed through that. ദീർഘക്ഷമ എന്ന വരദാനം എങ്ങനെ സ്വന്തമാക്കാം, അതിലൂടെ എങ്ങനെ അനുഗ്രഹീതരാകാം എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നു. Colossians chapter 3 verse 12 says, as the elect of God, holy and beloved, put on long suffering. കൊലോസ്യർ 3:12 വാക്യം പറയുന്നു, ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരും ആയുള്ളോരെ, നിങ്ങൾ ദീർഘക്ഷമ ധരിപ്പിൻ. My precious brothers and sisters, first of all, our hearts should be transformed like Jesus. ഒന്നാമതായി എൻ്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയം യേശുവിന്റെ ഹൃദയത്തെ പോലെ We are all രൂപാന്തരപ്പെടണം. following the ways of the world, നമ്മൾ എല്ലാവരും ലോകത്തിന്റെ വഴികളെ following അനുഗമിക്കുന്നവരാണ്, a wicked life. ദുഷ്ടജീവിതം നയിക്കുന്നവരാണ്. All unwanted nature we have. നമ്മിൽ സകല വിധത്തിലുള്ള അനാവശ്യ But സ്വഭാവങ്ങളുമുണ്ട്. God wants to transform us just like Him. എന്നാൽ ദൈവത്തെ പോലെ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം That's ആഗ്രഹിക്കുന്നു. why He gave His life on the cross just for you and me. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശുക്രിസ്തു ക്രൂശിൽ തന്റെ ജീവൻ So വെടിഞ്ഞത്. we have to go through this experience of having long suffering in our lives. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദീർഘക്ഷമ എന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. Colossians 3:12 says, കൊലോസ്യർ 3:12 put പറയുന്നു, on long suffering. നിങ്ങൾ ദീർഘക്ഷമ ധരിച്ചുകൊള്ളുവിൻ. The same chapter 13th and 14th verses say, അതേ അധ്യായത്തിന്റെ 13, 14 എന്നീ വാക്യങ്ങൾ പറയുന്നു, bearing with one another and forgiving one another, even as Christ forgave you, so you also must be able to do that. അന്യോന്യം പൊറുക്കയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. But above all these things, put on love, which is the bond of perfection. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. When we are saved by the mercy of God
through the blood of Jesus Christ, we become a new person. യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം ദൈവകൃപയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ വ്യക്തിയായി മാറുന്നു. After that, the Bible says we have to grow in the Lord. അതിനുശേഷം നമ്മൾ ദൈവത്തിൽ വളരണമെന്ന് വേദപുസ്തകം പറയുന്നു. We have to read the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കണം. Spend time at the feet of God in prayer. പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. And we should walk a pleasing life before the Lord. മാത്രമല്ല ദൈവത്തിന് മുൻപാകെ പ്രസാദകരമായ ജീവിതം നയിക്കണം. When we do like that, അപ്രകാരം ചെയ്യുമ്പോൾ the Lord gives us the fruit of the Holy Spirit, long suffering. ദൈവം പരിശുദ്ധാത്മാവിന്റെ ഫലമായ ദീർഘക്ഷമ നിങ്ങൾക്ക് നൽകുന്നു. How we can possess that, we should see right now. നമുക്ക് എങ്ങനെ അത് സ്വന്തമാക്കാനാകും, അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാം. See the life of Joseph. നിങ്ങൾ യോസേഫിന്റെ ജീവിതം പരിശോധിച്ചു നോക്കുവിൻ. He was the pet child of his father Jacob. അവൻ തന്റെ പിതാവ് യാക്കോബിന്റെ ഓമന പുത്രനായിരുന്നു. He gave him a beautiful special robe for him. പിതാവ് അവനെ മനോഹരമായ ഒരു നിലയങ്കി നൽകി. And he was pleasing the Lord at all times. അവൻ എല്ലായ്പ്പോഴും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു. So he was spending much time with the Lord. ആകയാൽ അവൻ ദൈവത്തോടൊപ്പം ധാരാളം സമയം So the ചെലവഴിച്ചിരുന്നു. Lord was pleased with him. അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിച്ചിരുന്നു. He used to speak to him ദൈവം അവനോട് സംസാരിക്കാറുണ്ടായിരുന്നു. and showed him many things which are going to happen in the future. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം അവന് കാണിച്ചു കൊടുത്തിരുന്നു. But his brothers were away from the Lord. എന്നാൽ അവന്റെ സഹോദരന്മാർ ദൈവത്തിൽ നിന്ന് അകന്നു They were ജീവിച്ചിരുന്നു. not so close as Joseph had the close communion with the Lord. യോസെഫ് ദൈവത്തോട് അടുത്തിരുന്നതുപോലെ അവർ ദൈവത്തോട് അടുത്ത് ജീവിച്ചിരുന്നില്ല. The brothers were hating him like anything. എന്നാൽ സഹോദരന്മാർ അവനെ വെറുത്തു. So because of that, he had to face so many difficulties. അക്കാരണത്താൽ യോസെഫ് ജീവിതത്തിൽ നിരവധി ദുർഘടങ്ങൾ നേരിടേണ്ടി വന്നു. If you read Romans chapter 12 verse 12, it says, "Be patient in tribulation." നിങ്ങൾ റോമർ 12:12 വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു, നിങ്ങൾ കഷ്ടതയിൽ And സഹിഷ്ണുത in the same കാണിപ്പിൻ. chapter, Romans 12:14, we read, "Bless those who persecute you." റോമർ 12:14 നിങ്ങൾ വായിക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ Bless അനുഗ്രഹിപ്പിൻ. them and do not curse them. നിങ്ങൾ ശപിക്കാതെ അവരെ അനുഗ്രഹിപ്പിൻ. This is a divine nature, ഇതാകുന്നു സ്വർഗീയ സ്വഭാവം. filled with the fruit of the Spirit, long suffering. ദീർഘക്ഷമ എന്ന പരിശുദ്ധാത്മ ഫലത്താൽ നിറഞ്ഞ സ്വഭാവം. Joseph had this experience and he was growing in the Lord in the midst of all tribulation. ജോസഫിന് ഈ അനുഭവം ഉണ്ടായിരുന്നു. സകല കഷ്ടങ്ങളുടെ മധ്യത്തിലും അവൻ ദൈവത്തിൽ വളരുവാൻ തുടങ്ങി. There was one woman who was filled with this long suffering fruit of the Spirit. ദീർഘക്ഷമ എന്ന പരിശുദ്ധാത്മ ഫലം സ്വന്തമാക്കിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. But all her people, her in-laws, sisters-in-law, mother-in-law, everybody hated her like anything. എന്നാൽ അവരുടെ ബന്ധുക്കൾ എല്ലാവരും അത്യധികം അവരെ വെറുത്തു. They used to find fault with her all the time, whatever she does. ആ സഹോദരി എന്തു ചെയ്താലും ബന്ധുക്കൾ അവരിൽ കുറ്റം കണ്ടെത്തുമായിരുന്നു. But you know what that lady was doing all those times? എന്നാൽ ആ സമയത്ത് ആ സ്ത്രീ എന്താണ് ചെയ്യുക She was എന്നറിയാം. just saying, "Thank you, Jesus. അവർ യേശുവേ നന്ദി എന്ന് മാത്രം Thank you, പറയും. Jesus." യേശുവേ നന്ദി. Because she was filled with the long suffering fruit of the Spirit, she was able to thank the Lord at that time. അവർ പരിശുദ്ധാത്മ ഫലമായ ദീർഘക്ഷമയാൽ നിറഞ്ഞിരുന്നതുകൊണ്ട് ഏത് സമയത്തും ദൈവത്തോട് നന്ദി പറയുവാൻ അവർക്ക് Days കഴിഞ്ഞിരുന്നു. went off, ദിവസങ്ങൾ കടന്നുപോയി. and the people in their home, that her in-laws, could realize her true love. ആ ഭവനത്തിലെ അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചറിയാനായി. Slowly they asked her, "How you are able to forgive us? How you are able to show us love in this position?" അവർ ആ സഹോദരിയോട് ചോദിച്ചു, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിക്കുവാൻ കഴിഞ്ഞത്, ഞങ്ങളോട് She ക്ഷമിക്കുവാൻ explained കഴിഞ്ഞത്? to them about the love of Jesus Christ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവർ അവർക്ക് പറഞ്ഞു How കൊടുത്തു. he blesses with a long suffering fruit of the Spirit when we rely upon him all the time. നമ്മൾ എപ്പോഴും ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ദീർഘക്ഷമ നൽകി ദൈവം എങ്ങനെയാണ് നമ്മെ അനുഗ്രഹിക്കുന്നതെന്ന് അവർ Through പറഞ്ഞു that, കൊടുത്തു. the home became a sweet home. അതിലൂടെ ആ ഭവനം മാധുര്യമേറിയ ഒരു You ഭവനമായി can തീർന്നു. also have a sweet home നിങ്ങൾക്ക് മാധുര്യമേറിയ ഒരു ഭവനം by സ്വന്തമാക്കാം. possessing the fruit of the Spirit, long suffering. പരിശുദ്ധാത്മ ഫലമായ ദീർഘക്ഷമ സ്വന്തമാക്കുന്നതിലൂടെ. Would you like to have this divine peace in your home? നിങ്ങൾക്ക് ഭവനത്തിൽ ഈ സ്വർഗീയ സമാധാനം വേണം. Do according to what that lady did and our little Joseph did.
ആ സഹോദരി ചെയ്തതുപോലെ, യോസെഫ് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. Psalm 29 verse 11 says, "The Lord will bless his people with peace." സങ്കീർത്തനം 29:11 പറയുന്നു, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. Everyone will receive the love of God and they will be a testimony before the world. കുടുംബത്തിലുള്ള എല്ലാവരും ദൈവസ്നേഹം സ്വന്തമാക്കും, ലോകത്തിനു മുൻപാകെ സാക്ഷികളായി മാറും. Ask for it. അതിനുവേണ്ടി യാചിക്കുവിൻ. Spend time at the feet of God and ask him, "Lord, fill me with the fruit of the Holy Spirit, long കർത്താവേ, suffering. പരിശുദ്ധാത്മ ഫലത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവിൻ. Give me grace to shine before everybody എല്ലാവർക്കും മുൻപാകെയും ശോഭിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. and to be a witness for the glory of the Lord." ദൈവനാമ മഹത്വത്തിനായി ഒരു സാക്ഷിയായി തീരുവാനും. യേശു വിളിക്കുന്നു കുടുംബാനുഗ്രഹ പദ്ധതി. ഇതിൽ ചേരുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുന്നതോടൊപ്പം കോടിക്കണക്കിന് ജനങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടുന്നതിനെ നിങ്ങൾ കാരണമായി തീരുന്നതിനാൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. jesuscalls.org അല്ലെങ്കിൽ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം സന്ദർശിച്ച് ഈ പദ്ധതിയിൽ ചേരുവിൻ. യേശു വിളിക്കുന്നു കുടുംബാനുഗ്രഹ പദ്ധതിയിൽ ഞങ്ങൾ നിങ്ങളുടെ കുടുംബാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു.